പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ രസകരമായ ഒരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. മണ്ടന്മാരുടെ ഒരു സംസ്ഥാന സമ്മേളനം ഉണ്ടായിരുന്നു. അതിലെ പ്രധാന മണ്ടനായ അരിപ്പ് ഹുസൈൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അരിപ്പ് ഹുസൈനെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും. ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടും വീണ്ടും അതിനോട് മതിവരാത്തൊരു കൊതി തോന്നി വായിൽ തോന്നിയ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് അതൊരു ഉപജീവനമാക്കി മാറ്റിയ അരിപ്പ് ഹുസൈൻ സ്വന്തം ഉപ്പയും ഉമ്മയും ഇട്ട പേര് അതൊരു മറയാക്കി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി സ്വന്തമായി ചിന്തിച്ചുണ്ടാക്കി എഴുതിയുണ്ടാക്കിയ മണ്ടത്തരങ്ങളുടെ പ്രമാണം ജനങ്ങളിലേക്ക് എത്തിക്കും. അതാണ് ഇപ്പോൾ പ്രധാന ഹോബി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മണ്ടന്മാരുടെ ചർച്ചയിൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു മക്കൾ വരെ അന്തം വിട്ടുപോയി ഇയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ. ചെറിയ കുഞ്ഞുങ്ങൾ പോലും പറയാണ് ഇത് ഏത് ചെറ്റയാണെന്ന്. അപ്പോൾ അരിപ്പ് ഹുസൈൻ ഇപ്പോൾ കലിമ ചൊല്ലാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഈ കലിമ ചൊല്ലാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനിയിപ്പോൾ ഇസ്ലാമിന്റെ നിയമ നടപടികൾ മാറാൻ പോവുകയാണെന്നാണ് ഇയാളുടെ വിചാരം. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം വരികയാണല്ലോ. മതപരമായ കാര്യങ്ങളും നിയമം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് പെണ്ണുങ്ങളോടെ ഒന്നിച്ച് നിസ്കരിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് പുരുഷ സുഹൃത്തുക്കൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതുപോലെ നമുക്ക് സ്ത്രീകളുമായി ചെയ്യാം. അപ്പോൾ അതൊക്കെ ആഗ്രഹിച്ചായിരിക്കും ചിലപ്പോൾ അരിപ്പ് ഹുസൈൻ കലിമ ചൊല്ലാൻ വേണ്ടി വെപ്രാളപ്പെടുന്നത്. അപ്പോൾ അതിനൊരു വഴിയൊരുക്കി കൊടുക്കുകയാണ് നമ്മുടെ അൻസാരി ജോരി ഉസ്താദ്. റോഡിന്റെ നടുവിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരല്പം സ്ഥാനം കൊടുക്കണം. ഒരു ചെറുപ്പക്കാരൻ അയാൾ ഷഹാദത്ത് കലിമ ചെല്ലാൻ വേണ്ടി വരികയാണ്. ഒന്ന് മാറിക്കൊടുക്കും. കാലിമ ചവിട്ടരുത്, ഒന്ന് മാറിക്കൊടുക്കും. ഞാനിവിടെ കലിമ ചെല്ലും. ഓക്കെ, എല്ലാവരും ഒരല്പം മാറി നിർത്തി. ആ ചെറുപ്പക്കാരൻ ഒന്ന് കലിമ എഴുതിക്കോട്ടെ, ഒന്ന് മാറി കൊടുത്തേ. എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ കലിമ ചെല്ലാൻ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ വെല്ലുവിളിക്കാണ്. ഇത് തെറ്റാണെന്നും ഇത് ലൈഫായ ഹദീസാണെന്നും നിന്ന് തെളിയിച്ചാൽ ഞാൻ ഇവിടെ കലിമ ചെല്ലും. അല്ല, ആക്ച്വലി എന്താ പ്രശ്നം എന്താണ്? എനിക്ക് അറിയാൻ വേണ്ടിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ ചോദിച്ച മോനെ, എന്റെ പൊന്നുമോൻ ചോദിച്ചു, എന്റെ ആറ്റക്കന് ചോദിച്ചു, വെളുക്കുന്നവരെ ചോദിച്ചു. ആ ചോദിക്ക്. ഉസ്താദ് വളരെ രസകരമായിട്ടാണ് ഇതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചിരിച്ചു പറയണ്ട. അനിൽ നമ്പ്യാർ, ഓക്കെ, ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്നാ പറയും. കൊടുക്കുന്നുണ്ടെന്ന് പറയല്ല, കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ 3 സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും. അതിൽ ഒന്നാമത്തേത് കഴുതയാണ്, രണ്ടാമത്തേത് പട്ടിയാണ്, മൂന്നാമത്തേത് എന്താണെന്നൊന്ന് പറഞ്ഞുതരുമോ? ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ പെണ്ണ് എന്നല്ലേ പറയാൻ വന്നത്? ബുഖാരിയിലെ 511 ഹദീസ് അല്ലേ? ഓ, സ്ത്രീ വിരുദ്ധതയ്ക്ക് ഏറ്റവും വലിയ തെളിവ്. നിക്ക് അതുപോലെ അതുമാത്രമല്ല, ഉസ്താദ് ഈ അരിപ്പ് ഹുസൈന് സംഭവം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതാ രസം. അതായത് നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ നായയോ അതുപോലെ കഴുതയോ പെണ്ണോ നടന്നു പോയി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അദ്ദേഹത്തിന്റെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷ് ടെസ്റ്റ് നോക്കി വായിച്ചു വെച്ചിരിക്കുകയാണ്. ആരിഫേ, ഏതായിരുന്നാലും ഇവിടെയുള്ള ഇസ്ലാം വിദ്വേഷകരുടെ താത്വിക ആചാര്യനാണ് നിങ്ങൾ. ഇപ്പൊ നിലവിൽ ഇസ്ലാമിക ഏറ്റവും വലിയ പണ്ഡിതനാണ് താങ്കൾ. ഏറ്റവും കുറഞ്ഞത് തങ്ങളുടെ പരിസരത്ത് എവിടെങ്കിലും മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ അടുത്ത് വിളിക്കണം സ്നേഹത്തെ. എന്നിട്ട് ചോദിക്കണം, മദ്രസയിൽ നിങ്ങളെ ഉസ്താദമാരെങ്കിലും ഈ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളിൽ നിസ്കരിക്കുന്നവന്റെ മുമ്പിലൂടെ പെൺകുട്ടിയോ കഴുതയോ നായോ നടന്നു പോയാൽ നിസ്കാരം ബാത്തിലാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ മെല്ലെ ചെവി വന്നിട്ട് പറയും, അല്ല ആരിഫണ്ണ, നിങ്ങൾ ഈ പോത്ത് പോലെ വളർന്നിട്ടും ഈ പ്രാഥമികമായ വിവരം പോലെ നിങ്ങൾക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് അവർ ചോദിക്കും. കാരണം എന്തേ? അവർക്ക് പോലും പറയും ഈ ഹദീസിന്റെ അർത്ഥം നിസ്കാരം ബാത്തിലായി പോകുമെന്നല്ല, മറിച്ച് നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകും, നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഈ പറയപ്പെട്ട 3 മാത്രമല്ല, നിസ്കരിക്കുന്നവന്റെ അരികിലിരുന്ന് ഉറക്കെ ഖുർആൻ ഓതൽ പോലും തെറ്റാണ്. അതിനർത്ഥം ഇസ്ലാം ഖുർആൻ ഓതുന്നവന് എതിരാണ് എന്നല്ല. അതുപോലെ തന്നെ അലങ്കാരമുള്ള വസ്തുക്കൾ, മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന അലങ്കൃത വസ്തുക്കൾ, അത് മുസല്ലി ആവട്ടെ എന്തോ ആകട്ടെ, അത് മുമ്പിലുണ്ടായാൽ അത് നീക്കം ചെയ്യണമെന്നാണ്. അതിനർത്ഥം ഇസ്ലാം അതിനോട് വിരുദ്ധം. അപ്പൊ നായക്ക് എതിര് ഇസ്ലാം, കഴുതക്കെതിര് സ്ത്രീക്കെതിര് എന്നാ പറയാൻ വന്നത്. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ, എന്തായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഏതായാലും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണെന്ന് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടു. ഓക്കെ, ശരി. എന്നാൽ ഇനി ഈ ജനം ടിവിയിൽ ആരിഫ് ഹുസൈൻ സംസാരിക്കാൻ പോകുമ്പോൾ ഈ പുസ്തകം കൊണ്ട് കൈപ്പിടിക്കണേ. ഇത് 19-ാം നൂറ്റാണ്ടിന്റെ കേരള ചരിത്രമാണ്.
എന്തെന്നാല് അൻസാരി ഉസ്താദിന്റെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ശരിക്കും ചിരിച്ചിരിച്ച് ഒരുവിധായിന് ഭയങ്കര രസമായിട്ടുണ്ട്. പറഞ്ഞ ഈ വിഡ്ഢികളൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, ചർച്ചയാക്കുവാൻ വേണ്ടി. ഇതൊക്കെ എന്തിന്റെ ആവശ്യത്തിനാണ്? മുസ്ലിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് വന്നിട്ടുണ്ടോ? അവരവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ മുസ്ലിങ്ങൾ അഭിപ്രായം പറയാറുള്ളൂ. നല്ലൊരു കാര്യം പറഞ്ഞതിന് ഇത്രയും വലിയൊരു വിവാദമുണ്ടായി. ഇവർക്കൊക്കെ സ്ത്രീകളെ ഒന്നിച്ച് കിട്ടാത്തതാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം. സ്ത്രീകളെ ഒന്നിച്ച് കിട്ടിയപ്പോഴുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതിനിപ്പോ നമ്മുടെ ഭാര്യമാരെയും വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണ്ടേ? അതിനൊരുപാട് ന്യായീകരണവുമായിട്ട് വരുന്നത്, ആ ഒരു ന്യായീകരണമാണ് ഭയങ്കര രസം. ആണും പെണ്ണും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതും ക്ലബിൽ പോയി ഡാൻസ് കളിക്കുന്നതും ബാറിൽ പോയി ബീർ അടിക്കുന്നതുമാണ് ഇവർ സമാനമാക്കി കാണുന്നത്. പിന്നെ അതിൽ കൂടുതൽ പിന്നെ അതിനപ്പുറം സംസാരമില്ല. എന്നാൽ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് പറഞ്ഞാൽ ഇനി മനസ്സിലാവില്ല. അപ്പോൾ ഇതിന് മൗനമാണ് വിജയം. ഇവർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന മറുപടി മൗനം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവർ പഠിക്കാൻ പാടില്ല, ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, ഇനി പഠിക്കരുത് ഇവർ. എനിക്കിത്രേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.